മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി വളരെ കാലങ്ങളായി കാത്തിരിക്കുന്ന വൈശാഖ ചിത്രം പുലിമുരുകൻ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ 300-ലേറെ തിയേറ്ററുകളാണ് ചിത്രം ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. 25 കോടിയിലേറെ നിർമ്മാണ ചെലവ് വരുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടമാണ്. വിയറ്റ്നാമിലടക്കം വിദേശ രാജ്യങ്ങളാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലയാളം ഇതിനു മുമ്പ് കാണാത്തൊരു ചിത്രമാണ് പുലിമുരുകൻ. ചിത്രത്തിന്റെ മേക്കിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. മാസ് ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായ ഈ ചിത്രത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് കടുവയും പുലിമുരുകനും തമ്മിലുള്ള പോരാട്ട രംഗങ്ങൾ തന്നെയാണ്. ആ ചിത്രത്തിന്റെ ആരംഭത്തിലും അവസാന ഘട്ടങ്ങളിലും ഈ ഹൈലൈറ്റ് ആയി വരുന്നത് കടുവയും മോഹൻലാലും തമ്മിലുള്ള ഈ ആക്ഷൻ രംഗങ്ങളാണ്. വിയറ്റ്നാം അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്ന, അതായത് അതിന്റെ ഗ്രാഫിക്സും മറ്റ് ടെക്നിക്കൽ സപ്പോർട്ടെല്ലാം നൽകിയിരിക്കുന്നത് ബാഹുബലി എന്ന ചിത്രത്തിന്റെ അണിയറ വേണ്ടി പ്രവർത്തിച്ച ഗ്രാഫിക് ഡിസൈനേഴ്സ് തന്നെയാണ്. മലയാളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഗ്രാഫിക്സ് തന്നെയാണ് പുലിമുരുകൻ ലഭിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ബാഹുബലി പോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. CGI കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇമേജ് അത് എത്ര യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ അനുഭവിച്ചറിഞ്ഞത് ബാഹുബലി പോലെയുള്ള ലൈഫ് ഓഫ് ബോയ് പോലെയുള്ള ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ. പക്ഷേ ആ ഒരു തലത്തിലേക്ക് പുലിമുരുകൻ്റെ ഗ്രാഫിക്സ് എത്തിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഏറ്റവും മികച്ചതാണ്. മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഗ്രാഫിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിലവിലെ സ്ഥിതിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഗ്രാഫിക്സ് ആണ് പുലിമുരുകനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത പീറ്റർ ഹെയ്ൻ എന്ന സ്റ്റണ്ട് മാസ്റ്ററുടെ സാന്നിധ്യമാണ്. തെന്നിന്ത്യൻ ഭാഷകളിൽ വലിയ തുക വലിയ പ്രതിഫലം പറ്റുന്ന സ്റ്റണ്ട് മാസ്റ്ററാണ് പീറ്റർ ഹെയ്ൻ. അദ്ദേഹം ആദ്യമായി സഹകരിക്കുന്ന മലയാള ചിത്രമാണ് പുലിമുരുകൻ. എന്തുകൊണ്ട് പുലിമുരുകനിൽ പീറ്റർ ഹെയ്ൻ ആവശ്യമായി വന്നു എന്നുള്ളത് ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയേറെ കാണികളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളാണ് പുലിമുരുകനുള്ളത്. മോഹൻലാൽ എന്ന നടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. അദ്ദേഹം എന്ത് ഹാർഡ് വർക്കും ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച അഭിനേതാക്കളിൽ നിന്ന്, സംവിധായകരിൽ നിന്ന് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ആ ഡെഡിക്കേഷൻ, മോഹൻലാലിൻ്റെ പരിപൂർണമായ സമർപ്പണം, അതിൻ്റെ ഫലം പുലിമുരുകനിലെ അക്ഷരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ചിത്രത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ 2 മണിക്കൂർ 40 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം വരുന്നത്. കഥ ഒരു പുലിമുരുകൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ എങ്ങനെ മുരുകൻ എന്ന കുട്ടി പുലിമുരുകനായി മാറി, പിന്നെയുള്ള പുലിമുരുകൻ്റെ ജീവിതം, കടുവകളോടുള്ള അയാളുടെ പോരാട്ടം, ഇതെല്ലാം വളരെ വ്യക്തമായി കഥയിൽ പറയുന്നുണ്ട്. പക്ഷേ അനാവശ്യമായി കഥ പലയിടത്തേക്കും ചിതറിപ്പോകുന്നുണ്ട്. ഗതിവിട്ട രീതിയിൽ കഥ സഞ്ചരിക്കുന്നു. നമിതയുടെ സാന്നിധ്യം, നമിതയുടെ കഥാപാത്രം അതിലുണ്ട്, കമാലിനി മുഖർജിയുണ്ട്. നമിതയുടെ കഥാപാത്രം കഥയ്ക്ക് തന്നെ അത് അധികപ്പറ്റായി എന്ന് നമുക്ക് പറയാം. കമാലിനി മുഖർജിയുടെ ഡബ്ബിംഗ് വളരെ മോശമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് മോഹൻലാലിനെ കൂടാതെ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജഗപതി ബാബു, ലാൽ, സുരാജ് വെഞ്ഞാറമ്മൂട് ഇവരുടെയെല്ലാം പ്രകടനം എടുത്തു പറയേണ്ടതാണ്. വിനു മോഹൻ വലിയ ഇടവേളയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട കഥാപാത്രം വിനു മോഹൻ ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നു. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള ആറുമുഖനാണ് അവൻ. നരഭോജികളായ വരയമ്പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. നേരത്തെ പറഞ്ഞതുപോലെ മാസ് ആക്ഷൻ രംഗങ്ങളിൽ സമ്പന്നമാണ് പുലിമുരുകൻ. എങ്കിൽ പോലും കഥയിൽ പുലിമുരുകന്റെ കുടുംബ പശ്ചാത്തലത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് എല്ലാം ചിത്രം കടന്നു ചെല്ലുന്നുണ്ട്. ഒരാഴത്തിലുള്ള സഞ്ചാരമാണ്. ഒരുപക്ഷെ ചിത്രത്തിന്റെ ദൈർഘ്യം കൂടുതൽ മുഖ്യമായ ഒരു കാരണം ഇതാണ്. ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് കുറച്ച് കൂടി ദൈർഘ്യമാണ്. അത്രയേറെ ഒന്നും ഈ ചിത്രത്തിന് ആവശ്യമില്ലായിരുന്നു. ഒരു 2.25 മണിക്കൂർ 2 മണിക്കൂറിൽ എല്ലാം ഈ ചിത്രം എഡിറ്റ് ചെയ്തെടുക്കാമായിരുന്നു. പലപ്പോഴും വിരസത സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കുടുംബ പശ്ചാത്തലത്തിലേക്കും കാടിന് പുറത്തേക്കുള്ള പുലിമുരുകന്റെ സഞ്ചാരം, തിരിച്ച് കാട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു സമയം, അത് തീർച്ചയായും പ്രേക്ഷകനെ വിരസിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം. ചിത്രത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും. ഒരൊറ്റ ഗാനമേ ചിത്രത്തിലുള്ളൂ. KJ യേശുദാസും KS ചിത്രയും ചേർന്ന് ആലപിച്ച ഒരൊറ്റ ഗാനം.
പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗോപി സുന്ദറിൻ്റെ പതിവ് നിലവാരത്തിലേക്ക് പുലിമുരുകൻ വന്നിട്ടില്ല എന്ന് വേണം പറയുവാൻ. അത്ര ആകർഷണീയമായതോ ത്രസിപ്പിക്കുന്നതായ ഒരു പശ്ചാത്തല സംഗീതം പുലിമുരുകനില്ല. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുങ്ങാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ കളിയിലൊളിച്ചേ ഞാനീ കാടാകെ. തൊപ്പിൽ ജോപ്പൻ, തമിഴ് ചിത്രമായ റമോ, ദേവി എന്നിവയ്ക്കൊപ്പമാണ് പുലിമുരുകൻ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായതിനാലും മോഹൻലാൽ നഗർ വലിയ പ്രതീക്ഷ കൊടുത്ത ചിത്രമായതിനാലും 300 തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിന് റിലീസ് ഉണ്ടായിട്ട് പോലും പുലിമുരുകൻ വന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ 2 ചിത്രങ്ങൾക്കും സമ്മിഷ്ടമായ പ്രതികരണം ആദ്യ ദിവസങ്ങളിൽ ലഭിക്കുന്നു. ഒരുപക്ഷെ അത് ഫാൻ ഫൈറ്റിൻ്റെ കൂടി ഭാഗമായിരിക്കാം. അടുത്ത 2-3 ദിവസങ്ങളിലായിരിക്കാം കൂടുതൽ ന്യൂട്രലായുള്ള പ്രേക്ഷകർ, ന്യൂട്രൽ ഓഡിയൻസ് ഈ ചിത്രത്തിലെത്തുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പം തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് കളക്ഷനുമായി. ആ കളക്ഷൻ പുലിമുരുകൻ ഭേദിക്കുവാൻ തന്നെയാണ് എല്ലാ സാധ്യതയും. അങ്ങനെയുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഒരു ലോങ് റണ്ണിൽ പുലിമുരുകൻ എത്രത്തോളം നേട്ടം കൊയ്യും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. വലിയ പ്രതീക്ഷയോടൊന്ന് ചിത്രമുള്ള പുലിമുരുകൻ എന്തായാലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരു വേറിട്ട മലയാളി ചിത്രം കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു മോഹൻലാലിൻ്റെ മാസ് ആക്ഷൻ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് പുലിമുരുകൻ ഒരിക്കലും ഒരു നിരാശപ്പെടുത്തുന്ന ചിത്രമായിരിക്കില്ല. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാ.